ശബരിമലയിലെ വാതിലിന്റെ പേരിലും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി പണപ്പിരിവ് നടത്തിയതായി കണ്ടെത്തൽ. സ്വർണം പൂശിയ വാതിൽ പ്രദർശിപ്പിച്ച് പൂജ നടത്തി. പൂജയിൽ പങ്കെടുത്തത് സിനിമാ മേഖലയിൽ നിന്നുൾപ്പെടെയുള്ളവർ. ദേവസ്വം ബോർഡ് വിജിലൻസ് തെളിവുകൾ ശേഖരിച്ചു. അതേസമയം ശബരിമല സ്വർണ്ണപ്പാളി ആരോപണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് നാളെ ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, സ്വർണം പൂശിയ വാതിൽ പ്രദർശിപ്പിച്ച് പൂജ നടത്തി, പണപ്പിരിവ് നടത്തി എന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് വിജിലൻസ്. പൂജയിൽ പങ്കെടുത്തത് സിനിമാ മേഖലയിൽ ഉൾപ്പെട്ടവരാണെന്നും പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അരുണിമ, നിലവിൽ ഇപ്പോൾ വലിയ തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണപ്പാളിക്ക് തൊട്ടു പിന്നാലെ ശബരിമല ശ്രീകോവിലിലെ സ്വർണ്ണ പതിച്ച വാതിലുകൾ ചെന്നൈയിൽ എത്തിച്ച് പൂജ നടത്തി, അത് പ്രദർശിപ്പിച്ച് പണപ്പിരിവ് നടത്തി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അവസാനം പുറത്തേക്ക് വരുന്നത്. ഇതൊക്കെ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ അറിയാതെ ഇത്തരം നീക്കങ്ങൾ നടത്താൻ കഴിയില്ല എന്ന് തന്നെ ഏകദേശം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിജിലൻസിന്റെ അന്വേഷണം, ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം മറ്റു സ്ഥലങ്ങളിലേക്ക് കൂടി വ്യാപകമാക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് വിജിലൻസ് മറ്റു ചില ഉദ്യോഗസ്ഥരെ കൂടി വിളിച്ചു വരുത്തി ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം വിജിലൻസിനെ ചോദ്യം ചെയ്യാനും മൊഴി രേഖപ്പെടുത്താനുമുള്ള അധികാരം മാത്രമാണ് ദേവസ്വം വിജിലൻസിനുള്ളത്. ഇത് സംബന്ധിച്ച കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫയൽ ചെയ്യണമെങ്കിൽ അതിനുള്ള അധികാരം പമ്പ പോലീസ് സ്റ്റേഷനിലാണ്. കാരണം ഈ ക്രൈം നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഈ തിരിമറി നടന്നിരിക്കുന്നത് ശബരിമലയിലാണ്. അതിന്റെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് പമ്പയിലാണ്. പമ്പ പോലീസ് സ്റ്റേഷനിൽ നാളിതുവരെയായും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോ ദേവസ്വം ബോർഡിന്റെ ആളുകളോ ആരും തന്നെ ഒരു പരാതിയും നൽകിയിട്ടില്ല. നാളെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഒപ്പം എഴുതി തയ്യാറാക്കിയ ചോദ്യങ്ങളായിരിക്കും പ്രധാനപ്പെട്ടത്. ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നുണ്ട്. അതായത് 1999 ാണ് ഈ മേൽക്കൂര സ്വർണം പതിക്കുന്നത്. ആ സമയത്ത് തന്നെ ദ്വാരപാലക ശില്പങ്ങളിലും സ്വർണം പൊതിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അത് പിന്നെ എങ്ങനെ ചെമ്പ് പാളിയായി മാറി, ഇതിന്റെ തൂക്കത്തിൽ എങ്ങനെ കുറവുണ്ടായി, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും വലിയ തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു പൊങ്ങുന്നുണ്ട്. എന്തായാലും അന്വേഷണ സംഘത്തിന് തലവേദന സൃഷ്ടിക്കാൻ തരത്തിലേക്കാണ് പലപ്പോഴും പല കാര്യങ്ങളുടെയും നീക്കം, ഒപ്പം ഇടപെടലുകൾ. ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ ഏത് തരത്തിലുള്ള കേസുകൾ ഉണ്ടാകും, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വലിയ തരത്തിൽ ദേവസ്വം വിജിലൻസും അന്വേഷിച്ചു വരികയാണ്. ഇന്നലെയോടുകൂടി തന്നെ ദേവസ്വം വിജിലൻസ് സംഘം ബംഗളൂരിലെത്തി അവിടുത്തെ ശ്രീരാമപുര അയ്യപ്പ ക്ഷേത്രത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ പൂജ ചെയ്യുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അവിടെയാണ് സ്വർണ്ണപ്പാളികൾ എത്തിച്ച് പൂജ നടത്തി പണപ്പിരിവ് നടത്തിയെന്നാണ് ഒരു ആരോപണം. ചെന്നൈയിലേക്ക് പോകാൻ എന്ന് പറഞ്ഞു കൊടുത്തുവിട്ട സ്വർണ്ണപ്പാളികൾ എങ്ങനെ ബംഗളൂരുവിലെത്തി, ബംഗളൂരിൽ എങ്ങനെ പ്രദർശിപ്പിച്ചു, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ദേവസ്വം വിജിലൻസ് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ചത്. അവിടുത്തെ ക്ഷേത്ര അധികാരികളിൽ നിന്നുള്ള മൊഴികൾ രേഖപ്പെടുത്തി. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ആ സംഘം കേരളത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. ശരി ബിനോയ്, ശബരിമല ദേവസ്വം മുൻ പ്രസിഡന്റ് പത്മകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശബരിമലയിലെ വാതിലിന്റെ പേരിലും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി പണപ്പിരിവ് നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ വലിയൊരു വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. സിനിമാ മേഖലയിൽ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. താങ്കളുടെ പ്രതികരണം എന്താണ്? അത് ഞാനിപ്പോ രാവിലെ പ്രതികരിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയതുപോലെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇപ്പോ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ ദേവന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അത് ദേവനും ഭക്തനും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രശ്നമാണ്. അത് നിരോധിക്കാനോ അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാനോ ഒരു ആർക്കും കഴിയില്ല. പക്ഷേ ഇങ്ങനെയുള്ള സംഗതികള് ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കാനാണ് എന്ന് പറഞ്ഞു കൊണ്ടു നടന്ന് അത് പണപ്പിരിവിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. അക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയതുപോലെ കർശനമായിട്ടുള്ള അന്വേഷണം അക്കാര്യത്തിൽ നടത്താനും കുറ്റവാളികളായിട്ടുള്ളവരുടെ പേരിൽ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാനുമാണ് കഴിയേണ്ടത്. അതിൽ ഏത് അന്വേഷണം നടത്തുന്നതിനും സന്തോഷകരമായിട്ടുള്ള കാര്യമാണെന്നാണ് എന്റെ അഭിപ്രായം. ഈ ഒരു വിഷയത്തിൽ ദേവസ്വം ബോർഡ് എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? ദേവസ്വം ബോർഡിനെന്താ ഇപ്പോ വേറെ എവിടെയെങ്കിലും നടന്നൊരു കാര്യത്തെ പറ്റി എന്ത് നടപടി സ്വീകരിക്കാൻ പറ്റും? അത് അന്വേഷണം നടത്തിയിട്ട് കുറ്റം കണ്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തെളിഞ്ഞിട്ട് വേണ്ടേ കാര്യങ്ങൾ തീരുമാനിക്കാൻ. അങ്ങനെയല്ലേ പറ്റുള്ളൂ. ദേവസ്വം ബോർഡിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഭക്തൻ കൊണ്ടുവരുന്ന സാധനം വേണ്ട എന്ന് പറയാൻ ദേവസ്വം ബോർഡിന് കഴിയില്ലല്ലോ. അപ്പൊ അതിനെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ അത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമല്ലല്ലോ. അത് നമുക്ക് അങ്ങനെ പരിശോധിച്ചിട്ട് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ചെയ്യാൻ പാടില്ല.
സിനിമാ മേഖലയിൽ നിന്ന് ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിൽ ചില ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രതികരണമാണ് നൽകാനുള്ളത്? അതെ, സിനിമാ മേഖലയാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും ഭക്തിയെ ദുരുപയോഗം ചെയ്യാനോ അതിനെ ചൂഷണം ചെയ്യാനോ പാടില്ല എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണല്ലോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കർശനമായിട്ട് നിലപാട് സ്വീകരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ശരി, ശബരിമലയിലെ വാതിലിന്റെ പേരിലും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി പണപ്പിരിവ് നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണം പൂശിയ വാതിൽ പ്രദർശിപ്പിച്ച് പൂജ നടത്തി. പൂജയിൽ പങ്കെടുത്തതിൽ സിനിമാ മേഖലയിൽ നിന്നുൾപ്പെടെയുള്ളവരാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ദേവസ്വം ബോർഡ് വിജിലൻസ് തെളിവുകൾ ശേഖരിക്കുകയാണ്. അതേസമയം ശബരിമല സ്വർണ്ണപ്പാളി ആരോപണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിജിലൻസ് നാളെ ചോദ്യം ചെയ്യും. വിവരങ്ങൾ നൽകിയത് പത്മകുമാറാണ്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. കൂടുതൽ വിവരങ്ങളുമായി ബിനോയും ചേരുന്നുണ്ട്. ബിനോയ്, സിനിമാ മേഖലയിൽ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു വിഷയത്തിൽ പങ്കുണ്ട് എന്ന രീതിയിൽ ധാരാളം ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പ്രതികരണം നടത്തിയിട്ടുണ്ടോ? എന്തെങ്കിലും വിവരം ലഭ്യമായിട്ടുണ്ടോ? ജയറാം ഉൾപ്പെടെയുള്ളവര് ഇത് സംബന്ധിച്ച് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാവുന്ന ഒരാളാണ്. ശബരിമലയിലേക്കുള്ള ഒരു വാതിൽ എന്ന് കൊണ്ടുവന്നു, അതിന്റെ പൂജകൾ നടക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ക്ഷണിച്ചതാണ്. അതല്ലാതെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചല്ലായിരുന്നു പൂജകൾ നടത്തിയത്. അതുകൊണ്ടാണ് താൻ പങ്കെടുത്തതെന്നാണ് ഇപ്പോൾ ഇദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അതായത് ഈ ജയറാം വെളിപ്പെടുത്തുന്നത്. ജയറാം മാധ്യമങ്ങളെ കാണും എന്ന് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും വീരമണി രാജു ഉൾപ്പെടെയുള്ളവർ ഈ പൂജയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ സ്വർണ്ണ പൊതിഞ്ഞ വാതിലിന് മുന്നിൽ പൂജ നടത്തുന്നതും അത് പ്രദർശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം. ആ ശബരിമല ക്ഷേത്രത്തിലെ വാതിലുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അത് അടയ്ക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുണ്ട്. പുതിയൊരു വാതിൽ പണിത് നൽകുന്നതുമായി സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വമേധയാ ഇത്തരത്തിൽ സ്വർണം പൊതിഞ്ഞൊരു വാതിൽ പണി നൽകാമെന്ന് ഏൽക്കുകയും പിന്നീട് ആ വാതിൽ പണിത് ശബരിമലയിലേക്ക് കൊണ്ടുവരുന്ന വഴിക്കാണ് ഇത്തരത്തിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ എത്തിച്ച് പൂജ നടത്തിയെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് അധികൃതർ പറയുന്നത്. അതിൽ ദേവസ്വം ബോർഡിന് ഇടപെടാൻ കഴിയില്ല. കാരണം ഒരു ഭക്തൻ അയാളുടെ നേർച്ചയായി കൊണ്ടുവരുന്ന വസ്തുക്കൾ വേണ്ട എന്നൊരിക്കലും പറയാൻ കഴിയില്ല. അവർ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുത്തു, ആ വാതിൽ കൊണ്ടുവന്നു, അത് കടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇതിനു മുമ്പിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ദേവസ്വം ബോർഡിന് അന്വേഷിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് പറഞ്ഞത്. അതേസമയം ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശബരിമലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾ അതേപടി പാലിക്കുകയും നടപ്പിലാക്കുകയും വേണ്ടതിന്റെ ചുമതല ഇവർക്കാണ്, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. എന്നാൽ അവരുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ ഇങ്ങനെ ഒരു വാതിൽ പണിയാൻ ഏൽപ്പിക്കുകയും ആ വാതിൽ പിന്നീട് നേരെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം മറ്റു സ്ഥലങ്ങളിൽ എത്തിച്ച് പൂജ നടത്തി പ്രദർശിപ്പിച്ചതുമാണ് വലിയൊരു ചർച്ചയായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അരുണിമ. ബിനോയ്, ജയറാം ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റെ ചില ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സംഭവത്തിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ ഈ ദൃശ്യങ്ങളിൽ? ദൃശ്യങ്ങൾ കൃത്യമാണ്. കാരണം ജയറാം അതിൽ പങ്കെടുത്തുള്ള ഉറപ്പാണ്. അദ്ദേഹം പങ്കെടുക്കുന്നത് കാണാൻ ചെയ്യാം. തൊട്ട് മുന്നിൽ കാണുന്നത് സ്വർണം പതിച്ച വാതിലുകളാണ്. ആ വാതിലുകൾക്ക് മുന്നിൽ പൂജ നടത്തുന്നത് നേരത്തെ ആരോപണ വിധേയനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദേവസ്വം ബോർഡ് അറിയാതെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു സ്വർണ്ണവാതിൽ അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞ വാതിൽ പണിയുവാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുമതലപ്പെടുത്തുന്നു. പക്ഷെ ആ വാതിൽ നേരിട്ട് ശബരിമലയിൽ എത്തിക്കുന്നതിന് പകരം ചില സ്ഥലങ്ങളിൽ ഇദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചുകൊണ്ട് പൂജ നടത്തുകയും അവിടെ കുറെ ആളുകളെ പങ്കെടുപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ശരി, ശബരിമലയിലെ വാതിലിന്റെ പേരിലും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി പണപ്പിരിവ് നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സിനിമാ മേഖലയിൽ നിന്നുൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നാളെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഡി ബിനോയാണ്.